ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ഡേ വ്ളോഗാണ്. അതുപോലെ തന്നെ എനിക്ക് നാളെ ഓഫും കൂടിയാണ്. അപ്പോൾ അത് രണ്ടും ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ എണീച്ച് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് ഡ്യൂട്ടിക്ക് പോവാം. അപ്പോൾ ആദ്യം ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ പോവാണ് ഡ്യൂട്ടിയിലേക്ക്. അപ്പോൾ രാവിലെ ക്ലീൻ ചെയ്തപ്പോൾ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. നോർമൽ ഒരു ബട്ടർ, ബ്രെഡ് ടോസ്റ്റ്, പൂരി, പിന്നെ ഒരു കറി. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് വാട്ടർ, നോ ടീ. ഓക്കെ, അപ്പോൾ കഴിച്ച് രാവിലെ തന്നെ ഡ്യൂട്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. കയറിയ സമയത്ത് ഒരുപാട് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോഴത്തേക്ക് ഉച്ച ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ബൊഫെ അടിക്കാനാണ് പരിപാടി. അതായത് നമ്മളെ ഹോട്ടലിൽ 3 നേരം ബൊഫെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതായത് ഞാൻ കുറച്ച് ബൊഫെ അടിക്കുന്ന ക്ലിപ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് ബ്രഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സൺഡേ ബ്രഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ റെഡി ചെയ്യണം. അതിന് ഞങ്ങളിപ്പോൾ സാത്തേ സ്റ്റിക്കിൽ കുറച്ച് പ്രോൺസ്, ചിക്കന്, ഫിഷൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രോൺസും സീ ഫുഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന ചെറിയ പോർഷൻ എനിക്കുള്ളതാണ്. അപ്പോൾ ബാക്കി വന്നപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് തവയിലിട്ടു. അപ്പോൾ അത് നമുക്ക് ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബൊഫയൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതായത് എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. പിസ്സാൻ്റെ ഡോ, പിസ്സ ബേസ്, അതുപോലെ തന്നെ ചെറിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കണം. എന്നാലേ ഓർഡർ വന്ന സമയത്ത് പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ രാത്രി ഇന്ന് പാക്സ് അധികം കുറവായതുകൊണ്ട് നമുക്ക് അധികം പണിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ രണ്ടാമത്തെ ഫുഡാണ്. രാത്രി 12 മണിയായി. അപ്പോൾ ഇന്ന് ബിരിയാണിയും കുറച്ച് തൈരും, അതാണ് ഇന്നിപ്പോൾ രാത്രിയത്തെ ഫുഡ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ലുലു മോളിൻ്റെ പുറത്താണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോയിട്ട് നോക്കാം. ഓക്കെ, സമയം ഇപ്പോൾ 11 ആയിട്ടുണ്ട്. മഴയൊന്നുമില്ല. ഓക്കെ, നമുക്ക് അകത്തേക്ക് പോവാം. ഞാനിപ്പോൾ വന്ന സമയത്ത് ഇവിടെ വലിയൊരു ഓഫർ നടക്കുന്നുണ്ട്. അതല്ല, ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വേണമെങ്കിൽ മേടിക്കാം, അല്ലേ പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ലുലു മോളിലേക്ക് കയറിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ? അപ്പോൾ നമ്മളിവിടെ ഫണ്ടൂറിൽ വന്നായിരുന്നു. ജസ്റ്റ് റൈഡിലൊന്നും കയറിയില്ല. ജസ്റ്റ് കറങ്ങി തിരിച്ച് ലാസ്റ്റ് മക്ഡൊണാൾഡിൽ പോയിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചായിരുന്നു. അപ്പോൾ അതിനുശേഷം സ്റ്റേഷനറി പോയിട്ട് ചെറിയ 2 പെയിൻറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ഫോണിൽ വളരെ കുറച്ച് ചാർജ് ഉണ്ടായിട്ടു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ വന്ന സമയത്ത് മീറ്റ് സെക്ഷനിലേക്ക് കയറി. അങ്ങനെ ഒരുപാട് മീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വ്യത്യസ്ത പാർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഫിഷ്, സൂപ്പർ മാർക്കറ്റിൽ വേണ്ട ഐറ്റംസ്, ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ കണ്ടു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഫിഷ് കാര്യങ്ങളൊക്കെ അവിടെ ഐസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ മേടിക്കാനൊന്നുമില്ല, വെറുതെ ജസ്റ്റ് ഇങ്ങനെ അവിടുന്ന് ഹൈവിൻ്റെ ഹണി കേക്ക് കണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റഷ്യൻ ഹണി കേക്ക് അത് തന്നെ മേടിച്ചു. അപ്പോൾ അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ വീണ്ടും ഹൈവിൻ്റെ സെക്ഷനിലേക്ക് തന്നെ വന്നു. അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോഫി കേക്ക്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയ സമയത്ത് ഞാൻ ഹൈവിൻ്റെ റഷ്യൻ ഹണി കേക്കാണ് മേടിച്ചത്. അതിനുശേഷം ഞാൻ ചീസ് കൗണ്ടറിലേക്ക് പോയി. അവിടെ ഒരുപാട് ചീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗൗഡ, എഡം, എമൻതൽ, പാർമസൻ, ചെഡാർ, അങ്ങനെ ഒരുപാട് ചീസും, പിന്നെ അതുപോലെ തന്നെ ഒലീവ്സ്, ജെർക്കിങ്സ്, പിക്കിൾസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബോളി. അങ്ങനെ മഹാബോളിയിലത്തെ പായസം, അതുപോലെ തന്നെ ബോളിയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ വന്നത് റൂമിലോട്ടായിരുന്നു. പായസം അതുപോലെ തന്നെ ബോളിയുമാണ് ഇന്നത്തെ ഫുഡ് നമുക്ക് കഴിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഈ സാധനം മേടിച്ചായിരുന്നു. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഫുഡൊക്കെ. ഓക്കെ, ആദ്യം നല്ല ചൂട് ബോളി പുറത്തെടുക്കാം. ഒരു 2 പീസ് എടുക്കാം. ഓക്കെ, ഇത് മാറ്റി വയ്ക്കാം. പായസം ഒഴിക്കാം.
സാധനം അടിപൊളിയായിരുന്നു. ഇനിയും 2 പീസ് ബോളിയും അതുപോലെ തന്നെ കുറച്ച് പായസം ബാക്കിയുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് ശേഷം കഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഹൈവിൻ്റെ ഹണി കേക്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ലുലുവിലിട്ട് പോയിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ മേടിച്ചൊരു സാധനമാണ് ഹൈവിൻ്റെ ഹണി കേക്ക്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഹണി കേക്ക്. അപ്പോൾ കുറച്ച് ലെയർസൊക്കെ അധികമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഇത് നമ്മൾ മേടിച്ചത് ക്രംബറി. അപ്പോൾ ഇതൊരു കേരള ബേസ്ഡ് കമ്പനിയാണെന്ന് തോന്നുന്നു. ഇതൊരു കേരള ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം. അടുത്തായിട്ട് നമുക്ക് ഒരു സ്പോർട്സ് ഡ്രിങ്ക് ആണ്, അതായത് സ്പോർട്സ് ഡ്രിങ്ക് ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അതായത് ഗാറ്റോറേഡ് ആണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗാറ്റോറേഡ് അത്യാവശ്യം നല്ല സാധനമാണ്. ISLലെല്ലാം കുറേ ഫുട്ബോളർ ഈ സാധനം കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്. മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സിനെ പോലെയല്ല, കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അത്രയൊക്കെയാണ് ഈ പ്രാവശ്യം ഞാൻ ലുലു മോളിലേക്ക് പോയ സമയത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.